നമസ്കാരം. പെരിങ്ങമന ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2025 വർഷം പൊതുവെ വളരെയധികം നല്ലതാണ് ഒട്ടുമിക്ക നക്ഷത്രക്കാരെ സംബന്ധിച്ചും. പ്രത്യേകിച്ച് ഒരു 5 വർഷത്തോളമായി തുടരുന്ന ദുഃഖങ്ങൾ മാറുന്നവർ, അഥവാ ഗ്രഹഫലങ്ങളെ കൊണ്ട് ദുരിതങ്ങൾ, കർമ്മപരമായ തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള വിഷമങ്ങൾ, ജീവിതത്തിന് വേണ്ടി വിഷമിക്കുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ വിവാഹ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങളും, ജോലി കിട്ടാത്ത അനവധി ആൾക്കാർ, കർമ്മ തടസ്സങ്ങളുമായി മുന്നേറുന്ന ആൾക്കാർ, ഇത്തരത്തിൽ എത്രയോ പേരാണ് ഇപ്പോൾ സാമാന്യപ്പെട്ടിട്ടുള്ള എല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്തും സമീപിക്കുന്ന കാര്യവുമാണ്. അത്തരത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പൊതുവെ എല്ലാ നക്ഷത്രക്കാർക്കും 2025 കഴിയുമ്പോഴേക്കും ഏറെക്കുറെ കാലം വളരെ അനുഭവത്തിൽ വരുന്നതാണ്, വളരെ അനുകൂലപ്പെട്ട് വരുന്നതാണ്. ഈ ഒരു 2025 ആഗസ്റ്റ് മാസത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു 20-25ഓളം ദിവസങ്ങളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് നമുക്കറിയാം, ഗുരു ശുക്ര രാജയോഗം എന്നൊക്കെ വിശേഷിപ്പിക്കാം. വളരെയധികം വൈശിഷ്ട്യം നിറഞ്ഞ ഗ്രഹങ്ങളാണ് ശുക്രനും വ്യാഴവും. സർവേശ്വരകാരകനായ വ്യാഴം എന്നുള്ളതാണ് ഏതൊന്നിനോട് ചേരുമ്പോഴാണോ അവിടെയൊക്കെ ഒരു പൂർണ്ണ ഈശ്വരാധീന വിഷയം ജ്യോതിഷവുമായി ചേർക്കാൻ സാധിക്കുക. അത് വ്യാഴം തന്നെയാണ് അതിൻ്റെ ആദിമ കൽപ്പന ചെയ്യേണ്ടുന്ന ഗ്രഹം. എങ്കിൽ ശുക്രനാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് മെറ്റീരിയൽ ലൈഫിലുള്ള എല്ലാ ആഗ്രഹങ്ങളും കാമനകളും പൂർത്തീകരിക്കേണ്ടത് ഈ ഒരു ശുക്രനിൽ നിന്ന് ആരംഭിക്കുന്ന ചിന്തകൾ തന്നെയാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും അനുകൂലത്തെ കൊണ്ടുവരുന്ന കുബേര ലക്ഷ്മി യോഗത്തെയും അതോടൊപ്പം നാരായണ ലക്ഷ്മി യോഗം, അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ യോഗം, ലക്ഷ്മി കുബേര യോഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന യോഗമാണ് മിഥുനൻ രാശിയിൽ പൂർണ്ണ ബലവാനായി മൗഢ്യം വിട്ട് സഞ്ചരിക്കുന്ന വ്യാഴത്തോടൊപ്പം ശുക്രനും കൂടി ചേരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം. പ്രത്യേകിച്ച് 21ഓളം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ് വളരെയധികം ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ. 20 ദിവസം എന്നുള്ളത് നിസാരപ്പെട്ട ദിവസമല്ല. മനുഷ്യ ജീവിതത്തിലെ മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ വേഗത നോക്കിക്കഴിഞ്ഞാൽ ഒരു നിമിഷത്തിനുള്ളിൽ എന്തൊക്കെയോ നമ്മൾ നേടാൻ സാധിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടം വളരെ അനുകൂലമായിട്ട് വരുന്നത് പ്രത്യേകിച്ച് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചും, മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള മകീരം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചും, ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചും, കന്നിക്കൂറുകാരെ സംബന്ധിച്ചും, അതായത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ പെട്ടവർ, അതോടൊപ്പം തന്നെ തുലാവക്കൂറിൽ പെട്ടിട്ടുള്ള ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചും വളരെ അനുകൂലത്തിലാണ്. പിന്നീട് ധനുക്കൂറിൽ പെട്ടിട്ടുള്ള മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചും, കുംഭക്കൂറിൽ പെട്ടിട്ടുള്ള അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചും വളരെയധികം വിശേഷങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അവനവൻ്റെ നിത്യജീവിതത്തിലും കർമ്മമേഖലയിലും ദാമ്പത്യ ജീവിതത്തിലും വിദ്യാകാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഷയങ്ങളിലൊക്കെ ഈ ഒരു ബുധശുക്ര യോഗം വളരെയധികം സ്വാധീനം ചെയ്യും ഇത്രയും നക്ഷത്രക്കാരുടെ. ആദ്യം തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ മഹാഭാഗ്യമാണ് 2ാം ഭാവത്തിൽ സംഭവിക്കുന്ന മിഥുനൻ രാശിയിലുള്ള ഈ ഒരു ലക്ഷ്മി നാരായണ യോഗം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള വളരെയധികം അഭിവൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ 5ാം ഭാവപതി കൂടിയായ ഈ ഒരു ശുക്രനും കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സന്താന ഭാഗ്യങ്ങളും അതോടൊപ്പം തന്നെ സന്താനങ്ങളെ കൊണ്ട് സൗഖ്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാദി ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. പ്രണയിക്കേണ്ടുന്ന കാലം എന്നൊക്കെ പറയാമെന്നാണ്, അല്ലെങ്കിൽ പ്രണയം വരുന്ന ഒരു കാലം, ജീവിതത്തിൽ പ്രണയം തോന്നുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അകാരണമായിട്ടുള്ള ശത്രുദോഷങ്ങൾ വിട്ടുമാറും, ശത്രുഭയം നിങ്ങൾക്ക് വിട്ടുമാറും എന്നാണ്. ആ ഒരു നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ വിട്ടുമാറും ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ഇടവക്കൂറുകാരുടെ കർമ്മമേഖലയിലുള്ള പുഷ്ടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഭൂമി ലാഭത്തിനുള്ള യോഗങ്ങൾ, പലതരത്തിലുള്ള ആഡംബര ജീവിതങ്ങൾ, ഭൗതിക സുഖജീവിതം വളരെയധികം തൃപ്തിപ്പെട്ടുകൊണ്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ മേൽത്തരമായി പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ ധനലാഭമാണ്. അമിതമായിട്ടുള്ള ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇടവക്കൂറുകാർ മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുക നിസ്സാരപ്പെട്ട കാര്യമല്ല. ഒരു ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു യന്ത്രം ധരിക്കുക വളരെയധികം മനസ്സിനെ സമാധാനിപ്പിക്കും. ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാവാൻ വളരെയധികം നല്ലതാണ്.
അതോടൊപ്പം തന്നെ ലക്ഷ്മി കുബേര യന്ത്രം ധരിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴശുക്രന്മാരുടെ ഈ ബലം നമുക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നതും അർച്ചനകൾ നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വിശേഷ കാലഘട്ടം വളരെ വിശേഷപ്പെട്ട ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടം പിന്നീട് ഈ ഒരു അനുകൂല സ്ഥിതി വരുന്നത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് അറിയാം. അവരുടെ ഈ മിഥുനൻ രാശിയിൽ തന്നെയാണ് വ്യാഴശുക്രന്മാരുടെ ഈ ഒരു സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും. അവരുടെ നിലനിൽപ്പ് നല്ല ഒരു സ്ട്രോങ് ആയിട്ട് വരും എന്നാണ്. പഠിക്കുന്ന വിദ്യാഭ്യാസം ഒരു ബലത്തിലുള്ളതായിട്ട് വരും. അതോടൊപ്പം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു അസറ്റായിട്ട് മാറും. ഭാവിയിലേക്ക് ഒരു ഗുണം ചെയ്യുന്ന കർമ്മങ്ങളായിട്ട് മാറുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ഒരു മേന്മയുള്ള കാലമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവപതിയും കർമ്മപതിയുമാണ് വ്യാഴം. സർവീശ്വരകാരകനാണ് ആ മിഥുനൻ രാശിയിൽ പൂർണ്ണബലത്തോടുകൂടി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലേശങ്ങളും അവർക്ക് വിട്ടുമാറാനുള്ള കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂല സ്ഥിതിയായിട്ട് അവർക്ക് മാറും. അതോടൊപ്പം തന്നെ മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ പ്രണയം വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. വിദേശ യാത്രകൾ അവർക്ക് തടസ്സമില്ലാതെ നീങ്ങാൻ സാധിക്കും. പൂർവികമായ സ്വത്ത് വകകൾ കിട്ടുന്നതിനും ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശുക്ര വ്യാഴ യോഗത്തിലൂടെ സംഭവിക്കുന്നത്. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു വ്യാഴത്തിൻ്റെ പൂർണ്ണപ്രസാദം വരാൻ വേണ്ടി നാരായണ കവച യന്ത്രം ധരിക്കുന്നത് ജീവിതത്തിലുടനീളം അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഈ ഒരു കാലഘട്ടം ഈ 20 ദിവസം എന്നുള്ളത് എത്രയോ നാളത്തേക്കുള്ള ഒരു സമ്പാദ്യത്തിനും ഒരു ഭാഗ്യത്തിനും ഉള്ള ഒരു കാലമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കണം. വലിയ വമ്പിച്ചതായ മാറ്റങ്ങൾ വരുന്ന നക്ഷത്രക്കാരും ഈ മിഥുനക്കൂറിൽ നമുക്ക് കാണാൻ വേണ്ടി ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. അത്തരത്തിൽ ഈ ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുന്നതും നാരായണ കവച യന്ത്രം ധരിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നാരായണായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ 11ാം ഭാവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏകാദശം എന്നുള്ളത് മഹാഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യസ്ഥാനത്തുള്ള സർവേശ്വരകാരകനാണ് അഭിഷ്ടസ്ഥിതനായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം പൂർവികമായ സുഹൃതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കുക. അകാരണമായിട്ടുള്ള ശത്രുദോഷങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങളും അതോടൊപ്പം പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങളും പെട്ടെന്ന് വിട്ടുമാറുന്നതായി അതൊക്കെ ഒരു രമ്യതയിൽ പോകുന്നതായ ഒരു കാലഘട്ടം. ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകുന്നതും കലാ, സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങിയതായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിഗംഭീരമായ പ്രശസ്തികൾ കിട്ടുന്നതിനും ലഭിക്കുന്നതിനും അതിനൊക്കെ അർഹരാവുന്ന ഒരു കാലഘട്ടമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി മഹാഭാഗ്യമാണ്. ഇനി ചിങ്ങത്തിൽ ആദിത്യം വരുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കാലഘട്ടമായിട്ട് തന്നെയാണ് ഇത് കഴിയുമ്പോൾ. അതോടുകൂടി ഈ വർഷം പൊതുവെ വളരെ നല്ലതായിട്ട് തോന്നുന്ന ഒരു നക്ഷത്രക്കാർ ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവരാണ് എന്ന് തോന്നും. അത്രയധികം അനുകൂലങ്ങളാണ് ഈ വർഷത്തിൽ ഇവരെ സംബന്ധിച്ചുള്ളത്. അതൊക്കെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മാസപ്പിറന്നാളിന് അതായത് പക്കപ്പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ഗണപതിക്ക് അർച്ചന ചെയ്യുന്നത് മാസപ്പിറന്നാളിൻ്റെ ദിവസം ഗണപതി ഹോമം ചെയ്യുന്നതും കുബേര യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുന്നതും ശ്രീയന്ത്രം ധരിക്കുന്നത് സമ്പത്ത് വർധനവിന് വളരെയധികം നല്ലതാണ്. ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് യാത്രാക്ലേശങ്ങൾ വിട്ടുമാറും. അവരുടെ കർമ്മ മേഖലയിൽ പുരോഗതിയുള്ള ഒരു കാലഘട്ടമാണ്. പൂർവികമായ സ്വത്തുവകകളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം പിന്നെ കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാരാണ്. 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴക്ഷേത്രത്തിൽ കണ്ടകശനി അവിടെ ഈ 7ര ശനി വക്രസ്ഥിതനായി സഞ്ചരിക്കുന്നത് കൊണ്ട് ഒരുവിധപ്പെട്ട ദോഷങ്ങളൊക്കെ ആ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി കൊണ്ട് മാറും എന്ന് പറയണം. കർമ്മസ്ഥാനത്ത് വളരെ അനുകൂല സ്ഥിതനായിട്ടാണ് വ്യാഴം. കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എത്രയെത്ര ജന്മജന്മാന്തരങ്ങളിൽ നാം ആർജിച്ചതായ കർമ്മവാസനകളാകുന്ന ചിന്തകളും പ്രവൃത്തികളുമാണ് ഈ കർമ്മരാശി കൊണ്ട് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. അത്തരത്തിലുള്ള കർമ്മങ്ങളാണെങ്കിൽ പൂർവികമായ എല്ലാ സുഹൃതങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. ജീവിതത്തിൽ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ലത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച്
ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു കന്നിക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുക്കളാവും നിങ്ങൾ. അതോടൊപ്പം തീർത്ഥയാത്രകൾക്കുള്ള ഒരു യോഗഭാഗ്യം കാണുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക. ഉദരപീഡകളും ശിരോരോഗങ്ങളും അരകാരണമായ അസുഖം വിട്ടുമാറുന്ന ഒരു വിശേഷ മാസങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും നാരായണായ നമ, ഓം ദുർഗാംബികായേ നമ എന്നിങ്ങനെയൊക്കെയുള്ളതായ ദേവീ മന്ത്രത്തെയും നാരായണ മന്ത്രത്തെയും നല്ലതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ക്ലേശങ്ങളും വിട്ടുമാറും. അതോടൊപ്പം തന്നെ കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവർ ശനി കവചം ധരിക്കുന്നതും നീരാഞ്ജനം നടത്തുന്നതും ശനി ഹോമത്തിൽ പങ്കുചേരുന്നതും വളരെയധികം നല്ലതാണ്. ശനി ഹോമത്തിൽ പറയുമ്പോൾ പല ആൾക്കാരും വാട്സപ്പ് വഴി ചോദിക്കാറുണ്ട്, ശനി ഹോമം എവിടെയാണ് ചെയ്യുക? ഇവിടെ നമ്മുടെ മന്ത്രശാലയിൽ എല്ലാ 30 ശനിയാഴ്ചയും ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൂടെയും സ്കൈപ്പിലൂടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവഴി ബന്ധപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. അത്തരത്തിൽ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. എല്ലാ മലയാള മാസവും 1-ാം തീയതിയാണ്, 30 ശനിയാഴ്ച ദിവസമാണ്, ആദ്യത്തെ ശനിയാഴ്ചയാണ് അത് ചെയ്യുക. നമ്മുടെ അപ്ഡേഷൻ ഉണ്ടാവും ഇനി മുതൽ. അനവധി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇതിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുക, അതിനെയൊക്കെ വിശേഷമായി ചേർത്ത് വെക്കാൻ സാധിക്കുക. ഈ ഒരു കാലഘട്ടം വളരെ ഭദ്രമായി കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. തുലാവക്കൂറിൽ പെട്ടിട്ടുള്ള ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യപാദം അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചു വളരെ അനുകൂലത്തിലാണ്. രാശിനാഥനും അഷ്ടമാധിപതിയും അതോടൊപ്പം തന്നെ 3-ാം ഭാവപതിയും 6-ാം ഭാവപതിയുമായ 2 ഗ്രഹങ്ങളാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യത്തിലാണ് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. ശുക്രൻ അഷ്ടമാധിപതി ആയതുകൊണ്ട് തന്നെ കഷ്ടതകളും ദുരിതങ്ങളും തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് തുലാവക്കൂറുകാർക്ക് ഈ ഒരു ശുക്ര വ്യാഴ മാറ്റത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഈ 2 ഗ്രഹങ്ങളും ചേരുന്ന ഈ ഒരു പൂർണ്ണമായ അനുകൂല സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളാണ്. പ്രത്യേകിച്ച് കർമ്മ മേഖലയിലുള്ള പുരോഗതി ഉണ്ടാവുക, ജോലി കയറ്റത്തിനും ജോലി ഇല്ലാത്തവർക്ക് ഇൻ്റർവ്യൂകളിൽ മികച്ച ഒരു വിജയം കരസ്ഥമാക്കുന്നതിനും ജോലിക്ക് അർഹരാവുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാവാൻ നമുക്ക് സാധിക്കും തുലാവക്കൂറുകാർക്ക്. അതോടൊപ്പം തന്നെ സൗഹൃദ സഹോദര ബന്ധങ്ങൾ വളരെ മെച്ചപ്പെട്ടു വരും. പുതിയ സൗഹൃദങ്ങൾ വളരെ മനസ്സിന് സന്തോഷം നൽകും. അതോടൊപ്പം തന്നെ അകാരണമായി നമ്മിൽ നിന്നും വിട്ടുമാറി നിന്നവരൊക്കെ നമ്മളിലേക്ക് ചേർന്ന് വരുന്ന ഒരു കാലഘട്ടമായിട്ട്, വെറുതെ നമ്മൾക്കൊരു വിഷമത്തിന് വേണ്ടി മാറി നിന്നതുപോലെ തെറ്റിദ്ധാരണകളെ കൊണ്ട് മാറി നിന്നവരൊക്കെ അടുത്തു വരുന്ന ഒരു കാലഘട്ടമായിട്ട് തുലാവക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹാദി യാത്രാക്ലേശങ്ങൾ പരിഹരിക്കപ്പെടുന്നതും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലുള്ള പുരോഗതി പറഞ്ഞല്ലോ. ഒപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിലും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മുഖ്യമായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക, ആരോഗ്യകാര്യം വളരെ ഉഷാറായിട്ട് മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ്. ആരോഗ്യത്തിലെ അനാരോഗ്യ സ്ഥിതി നിങ്ങൾക്ക് ഈ വിട്ടുമാറുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു നിത്യശീലം വരുന്നതും ദൈവിക കാര്യങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാവുന്നതൊക്കെ ഒരു പ്രത്യേകതയാണ്. ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മി കുബേര യന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം ശനി കവചം ധരിക്കുന്നതും ശനൈശ്വരായ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഐശ്വര്യത്തെ തുലാവക്കൂറുകാർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ, ധനുക്കൂറുകാർക്ക് വളരെ മഹാഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ്. 7-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായ രാശിനാഥൻ പൂർണ്ണ ബലവാനായി ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും സർവ്വ വിജയം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. അതിപ്പോൾ ഉണ്ടായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് എന്നും അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ പല ആൾക്കാർ പറയുമ്പോഴും പ്രത്യേകിച്ച് ധനുക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ ക്ലേശങ്ങൾ, അകാരണമായ ഭയം, ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലുള്ള അനവധി തടസ്സങ്ങൾ, കേസ് വകകൾ ഉണ്ടാവുക, തർക്കങ്ങൾ ഉണ്ടാവുക, അത്തരത്തിൽ അനവധി ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വാഹനാദി ലാഭം, ഭവന ലാഭവും ഭൂമി ലാഭവും, ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ വിട്ടൊഴിയുന്ന കാലഘട്ടം, വിവാഹാദി മംഗല്യ യോഗമുള്ളതും അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂല സ്ഥിതിയും വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ശുക്ര അതോടൊപ്പം വ്യാഴത്തിൻ്റെ ഒരു ചേർച്ചയുള്ള കാലഘട്ടം. വളരെ അനുകൂല സ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ച്. ഈ ഒരു കർമ്മരാശിക്ക് കൂടി ഈ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി ബുധക്ഷേത്രത്തിലായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര അനുകൂല അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച്, ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. 4-ാം ഭാവപതിയും അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച് ഈ ഒരു രാശിനാഥനും കൂടിയാണ് ഈ വ്യാഴം. ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. നാരായണ യന്ത്രം ധരിക്കുന്നതും
ലക്ഷ്മി കുബേര യന്ത്രം ധരിക്കുന്നതും ധനവർദ്ധനവിനെയും, അതോടൊപ്പം പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ മഹാസുദർശന യന്ത്രം കൂടെ ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. പക്കപ്പിറന്നാൾ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിക്കുന്നതും തുളസിമാല നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ, ഈ ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ധനുക്കൂറുകാർക്ക്. പിന്നീട് ഏറ്റവും അനുകൂല സ്ഥിതി വരുന്നത് കുംഭക്കൂറിൽ പെട്ടിട്ടുള്ള അവിട്ടം, ചതയം, പൂരിട്ടാതി ആദ്യപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 2ാം ഭാവപതി ധനകാരകനാണ് വ്യാഴം. 5ാം ഭാവത്തിൽ സഞ്ചരിക്കണു എന്ന് നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ അവരുടെ കർമ്മനാഥനും കൂടിയാണ്. കുംഭക്കൂറുകാരുടെ ഏകാദശാധിപതിയും കൂടിയാണ് ഈ ഒരു വ്യാഴം. പലതരത്തിലുള്ള സുഹൃതങ്ങളും അവനവൻ്റെ ജീവിതത്തിൽ അർഹതപ്പെട്ടതായ എല്ലാ വിഷയങ്ങളും, ഒട്ടുമിക്ക വിഷയങ്ങളും ചേരേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കുംഭക്കൂറ് മനസ്സിലാക്കേണ്ടത്. ശനി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, കാര്യം സാമ്പത്തികമായ അമിതമായ വരവ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. വാക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. എങ്കിൽ തന്നെയും വളരെയധികം അനുകൂല സ്ഥിതിയാണ്. ഈ ചതുർത്ഥപതിയായ ശുക്രനും കൂടി നിങ്ങൾക്ക് വളരെ അനുകൂലത്തെയാണ് കൊണ്ടുവരുന്നത് 5ാം ഭാവത്തിൽ നിന്നതുകൊണ്ട്. ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ലാഭം നിങ്ങൾക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണത്തിനും ഭവനം മോടി കൂട്ടുന്നതിനും ആഡംബര ജീവിതത്തിലേക്ക് കടക്കുന്നതിനൊക്കെയുള്ള ഒരു കാര്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്, വാഹനം വാങ്ങുന്നതിന്. പിന്നീട് ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ രാജയോഗം സംഭവിക്കുകയാണ്. ആ ബുധനും ആദിത്യനും കൂടിയിട്ടാണ് കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹാദി ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന ആവശ്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ വിട്ടുമാറുന്നതിനും പഠന കാര്യങ്ങളിൽ ഒരു ഉന്മേഷം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായ ശത്രുക്കളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ലളിതാ സഹസ്രനാമം ധരിക്കുന്നതും മാസപ്പിറന്നാളിന് ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും എണ്ണ അഭിഷേകം നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ദേവീപരമായ പ്രാർത്ഥനകളൊക്കെ വളരെ അനുകൂലത്തെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ആ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇടപെടൽ വളരെ രമ്യമായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അനുകൂലത്തിൽ എത്തിക്കാനാണ് കുംഭക്കൂറുകാർക്ക് ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും പൊതുവെ വളരെ അനുകൂല സ്ഥിതിയാണ്. കുറേ നാളുകൾക്ക് ഇപ്പുറമാണ് കുംഭക്കൂറുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുകൂല സ്ഥിതി എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി നീങ്ങാൻ സാധിക്കുക. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ ഒരു ശുക്ര വ്യാഴ മാറ്റം കൊണ്ട് ഒന്നിച്ചു ചേരുന്നത് കൊണ്ട് മാറാൻ വേണ്ടി വരുന്നത്. രാശിനാഥനും കർമ്മനാഥനുമായ വ്യാഴമാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് 4ാമിടത്ത് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമാധിപതിയായ ശുക്രനും അതോടൊപ്പം തന്നെ വിക്രമസ്ഥനായ ശുക്രനുമാണ് ഇവിടെ ഇപ്പോൾ അനുകൂലത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങളിൽ അവർക്ക് ഉയർച്ചയുണ്ടാവും. പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെട്ടിരിക്കും. വിവാഹാദി ദാമ്പത്യ ക്ലേശങ്ങൾ അവർക്ക് വിട്ടുമാറുന്നതും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടവുമായിട്ട് മാറുന്നതാണ് ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച്. യാത്രാക്ലേശങ്ങൾ വിട്ടുമാറുന്നതും കുറേ കാലഘട്ടമായി കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറുന്ന ഒരു വിശേഷം കൂടി ഈ ഒരു കാലഘട്ടത്തിൽ മീനക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വാഹനാദി, ഭവന, ആഭരണാദി ആഡംബര ജീവിതത്തിലുള്ള ഉയർച്ചയും അതിലുള്ള നേട്ടവും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തനീയമായിട്ടുള്ളതാണ്. ശുക്രനെ കൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറി, കഷ്ടതകൾ വിട്ടുമാറി, ശത്രുക്കൾ വിട്ടൊഴിയുന്ന ഒരു കാലഘട്ടമായിട്ട് മീനക്കൂറുകാർക്ക് മനസ്സിലാക്കാം. നാരായണ യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മി നാരായണ കവചം ധരിക്കുന്നതും ശനി കവചം ധരിക്കുന്നതും ഒക്കെ വളരെ അനുകൂലത്തിലുള്ളതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുക. ദുർഗാപരമേശ്വരിക്ക് മാസം പക്കപ്പിറന്നാളിൻ്റെ അന്ന് അർച്ചനകളും വഴിപാടും കടുംപായസം നിവേദ്യവും നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴ ശുക്ര യോഗത്തിൽ വളരെയധികം യോഗങ്ങളാണ്. മാളവ്യ രാജയോഗം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ശുക്രൻ്റെ വ്യാഴത്തിൻ്റെ യോഗം കൊണ്ട് ലക്ഷ്മി കുബേര യോഗവും ലക്ഷ്മി നാരായണ യോഗവും ഇത്രയും നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങളാണ്. ഈ ഒരു 21 ദിവസം എന്നുള്ളത് നിസാരപ്പെട്ട കാലമല്ല എന്ന് നമുക്കറിയാം. ഈ തരത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വഴിപാടുകൾ ചെയ്താൽ തന്നെ, ഈ നാമം ജപിച്ചാൽ തന്നെ അനവധി ആൾക്കാർ പറയാറുണ്ട് വലിയൊരു മാറ്റം വരുന്നുണ്ട് തിരുമേനി എന്നാണ്. അതുപോലെ തന്നെ യന്ത്രങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ ചോദിക്കുന്നുണ്ട്, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. സാമാന്യപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങൾക്കൊക്കെ എല്ലാവർക്കും അത് എത്തിച്ചേരണം, ആ ഒരു അനുഭവം ഉണ്ടാവണം. ഇതിനൊക്കെ ഒന്ന് അനുഭവിക്കണം ജീവിതത്തിൽ. വെറുതെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ
എല്ലാ ക്ഷേത്രങ്ങളിൽ പോയാൽ കൂടി തകിടുകളൊക്കെ പൂജിച്ചത്. അങ്ങനെയല്ല, ഇതിനൊക്കെ ഒരു നിർണയമുണ്ട്, ഒരു വിധിയുണ്ട്. അതുപോലെ പൂജിച്ച് അതിനൊരു യന്ത്രത്തിന് സാമാന്യപ്പെട്ടിട്ടുള്ള ഒരു വിലയാണ് ഇവിടെ ഈടാക്കാറുള്ളത്. 1500 1000-നുള്ളിലുള്ള വിലയ്ക്കാണ് നിങ്ങൾക്ക് ഈ വെള്ളി യന്ത്രം എത്തിച്ചു തരിക. അത്തരത്തിൽ സാമാന്യപ്പെട്ട യന്ത്രങ്ങൾ എന്ന് പറയാൻ കാരണം മറ്റു വിശേഷപ്പെട്ട യന്ത്രങ്ങൾ, ശ്രീയന്ത്രം, ശ്രീചക്രം എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്ഞിയായ യന്ത്രം, ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള വില ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം ത്രിപുരസുന്ദരി യന്ത്രം, ഇത്തരത്തിലുള്ള വൈശിഷ്ട്യ യന്ത്രങ്ങൾക്ക് വില മാറ്റം വരും. സാമാന്യപ്പെട്ടുള്ള യന്ത്രങ്ങളാണ് നമ്മൾ നിശ്ചയിക്കാറുള്ളത്. അത് വേണ്ടവർക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീട്ടുകാർക്ക് പരസ്പരം ഷെയർ ചെയ്യുക. നിങ്ങൾ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല നല്ല സംശയങ്ങളും ഇവിടെ താഴെ കുറിക്കുക. നന്ദി, നമസ്കാരം.